ബെയിലി പാലത്തിന്റെ നിർമ്മാണം പുരോഗമിക്കുകയാണ്. കടാവർ രോഗികൾ ഉപയോഗിച്ചടക്കമുള്ള ദൗത്യമാണ്, രക്ഷാദൗത്യമാണ് ഇന്ന് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ദൃശ്യങ്ങളിൽ നിന്ന് കാണാം, JCB അടക്കം സ്ഥലത്തെത്തി മണ്ണ് മാറ്റുന്നത് അടക്കമുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. കനത്ത മഞ്ഞുവീഴ്ചയുണ്ട്, അതോടൊപ്പം കാലാവസ്ഥ പ്രതികൂലമായി തന്നെ നിൽക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്യുന്നുണ്ട്, ഇടയ്ക്കിടയ്ക്ക് കനത്ത മഞ്ഞുവീഴ്ച ഉണ്ടാകുന്നുണ്ട്. ഇതൊക്കെ തരണം ചെയ്ത് തന്നെയാണ് രക്ഷാദൗത്യം നടക്കുന്നത്. ആസിഫ്, ഇന്നലെ ഇത്തരത്തിൽ മുണ്ടക്കൈ ഭാഗത്ത് വെള്ളം ഉയരുന്നതായി ഒക്കെ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ട ആർമി വ്യക്തമാക്കിയിരുന്നു. ഇന്ന് അത്തരത്തിലുള്ളൊരു സാഹചര്യമുണ്ടോ? അതിൽ ആ വെള്ളം ഉയരുന്ന സാഹചര്യം ചില പുഴയിലേക്കുള്ള നീരൊഴുക്ക് സ്വാഭാവികമായും കൂടിയിട്ടുണ്ട്. കാരണം ശക്തമായ മഴ ഈ ഒരു പ്രദേശത്ത് നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ ഒരു പുഴയിലുള്ള നീരൊഴുക്ക് കൂടിയിട്ടുണ്ട്. പക്ഷേ നമ്മളിപ്പോൾ ചെയ്യുന്നത് എന്ന് പറയുന്നത് ഈ കുറച്ചുകൂടി ഉയർന്ന തരത്തിലുള്ള ഒരു നടപ്പാലം അപ്പുറത്ത് നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നു. പ്രധാന നിർമ്മാണം ബെയിലിപ്പാലത്തിന് തന്നെയാണ്. ബെയിലിപ്പാലം പൂർത്തിയാകാൻ ഏകദേശം ഉച്ചയോടുകൂടി എടുക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. പക്ഷേ ബെയിലിപ്പാലത്തിൻ്റെ നിർമ്മാണം കഴിയുന്നതിന് മുമ്പ് തന്നെ ഈ അപ്രോച്ച് റോഡ് ഇപ്പോഴും അത് തയ്യാറായിക്കൊണ്ട് ഇരിക്കുകയാണ്. നമുക്കറിയാം, ഉദ്യോഗസ്ഥർ കടന്നു വലിയൊരു സംഘം ഇപ്പോൾ നമ്മളുടെ ദൃശ്യങ്ങളുടെ മുമ്പിലേക്ക് എത്തും. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമെന്ന് പറയുന്നത് ഇപ്പോൾ നിലവിൽ വിസിബിലിറ്റി കുറവാണ്. കാരണം ശക്തമായ മൂടൽമഞ്ഞ് എന്ന് പറഞ്ഞാൽ ശക്തമായ മൂടൽമഞ്ഞാണ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഉദ്യോഗസ്ഥർ ഇപ്പോഴിങ്ങനെ മുകളിലേക്ക് അവർ കയറി പോകുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാം. വലിയൊരു സംഘമാണ് ഇപ്പോൾ നമ്മളുടെ മുമ്പിലൂടെ ഇപ്പോൾ എത്തിക്കൊണ്ട് ഇരിക്കുന്നത്. ദേവേന്ദ്ര സിംഗ് സാറിൻ്റെ ഉള്ള ഒരു വലിയൊരു സംഘം ഇപ്പോൾ ഈ ഒരു സംഘമാണ് ഇപ്പോൾ അത്തരത്തിൽ രക്ഷാദൗത്യം ഉടൻ പുനരാരംഭിക്കും. അതുമായി ബന്ധപ്പെട്ട് നേവിയുടെ സംഘവും ഡോഗ് സ്ക്വാഡ് അടക്കമുള്ള സംഘവും സ്ഥലത്തെത്തിയിട്ടുണ്ട്. അവർ രക്ഷാദൗത്യം പുനരാരംഭിക്കാനുള്ള നടപടിക്രമങ്ങളിലേക്ക് കടക്കുകയാണ്. കനത്ത മഞ്ഞുവീഴ്ചയുണ്ട്, മഴ ഇടയ്ക്ക് പെയ്യുന്നുണ്ട്, നീരൊഴുക്ക് ശക്തമാണ്. ഇത്തരത്തിൽ പ്രതികൂലമായ സാഹചര്യങ്ങൾ നിലനിൽക്കുന്നുണ്ട്, അതല്പം ആശങ്കയുണ്ടാക്കുന്നുമുണ്ട്. എന്നിരുന്നാൽ തന്നെയും രക്ഷാദൗത്യം ഊർജിതമായി തന്നെ പുരോഗമിക്കും എന്നുള്ളത് തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ. ആസിഫിലേക്ക് മടങ്ങിയെത്താം. റാഫി ചൂരൽമലയിൽ നിന്ന് തുടരുന്നുണ്ട്. റാഫി, ഈ ബെയിലി പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയാകുന്നതോടെ ഏകദേശം വലിയ യന്ത്രസാമഗ്രികൾ എത്തിക്കാൻ സാധിക്കുമെന്നുള്ളതാണ് സംഘത്തിന്റെ പ്രതീക്ഷ എന്നാണ് നമ്മൾ കരുതുന്നത്. അത്തരത്തിൽ തന്നെയല്ലേ റാഫി? അതിര തീർച്ചയായും ബെയിലി പാലത്തിൻ്റെ നിർമ്മാണം ഇപ്പോഴും പുരോഗമിക്കുകയാണ്. അധികം വൈകാതെ തന്നെ മണിക്കൂറുകൾക്കകം ബെയിലി പാലത്തിൻ്റെ നിർമ്മാണം പൂർത്തിയാകും. ഒപ്പം തന്നെ സൈന്യം സമാന്തരമായി മറ്റൊരു പാലം കൂടി, ഒരു നടപ്പാലം കൂടി നിർമ്മിച്ചിരുന്നു. ആ നടപ്പാലം ഇപ്പോൾ തുറന്നു കൊടുത്തിരിക്കുകയാണ്. നടപ്പാലം വഴി രക്ഷാപ്രവർത്തകർക്ക് ഇപ്പോൾ എത്രയും വേഗം തന്നെ അങ്ങോട്ട് കടന്നു പോകാൻ കഴിയുന്ന ഒരു സാഹചര്യമുണ്ട്. ഏകദേശം 60 അടി നീളമുള്ള നടപ്പാലമാണ് തുറന്നു കൊടുത്തിരിക്കുന്നത്. ആ നടപ്പാലത്തിലൂടെ ഈ രക്ഷാപ്രവർത്തകരെ കടത്തിവിടുകയാണ് കൃത്യമായി. ആ രക്ഷാപ്രവർത്തകർ അവിടെ എത്തി അതിവേഗം രക്ഷാപ്രവർത്തനം ആരംഭിക്കാൻ കഴിയും എന്നുള്ളതാണ് ഇനിയിപ്പോൾ ഉള്ളത്. ഇന്നലെ നിർമ്മിച്ച കവുങ്ങ് തടികൾ ഉപയോഗിച്ച് ഇന്നലെ 2 പാലങ്ങൾ 2 സ്ഥലങ്ങളിലായി നിർമ്മിച്ചിരുന്നു. അത് സന്നദ്ധ പ്രവർത്തകരാണ് നിർമ്മിച്ചത്. അപ്പോൾ തന്നെ സൈന്യത്തിൻ്റെ സഹായത്തോടു കൂടി ആ പാലങ്ങളും ഉപയോഗിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഈ വെള്ളത്തിൻ്റെ അളവ് കൂടിയാലും, ഇന്നലെ നേരിട്ട പ്രധാന പ്രതിസന്ധി മഴ പെയ്തതിന് ശേഷം ഇവിടെ നിന്ന് മുകളിൽ നിന്ന് വരുന്ന ജലത്തിൻ്റെ അളവ് കൂടുകയും ഒപ്പം തന്നെ ഈ വെള്ളം ഉയരുകയും ചെയ്യുമ്പോൾ ഈ താൽക്കാലികമായി നിർമ്മിച്ച ഈ കവുങ്ങ് തടികൾ ഉപയോഗിച്ച് നിർമ്മിച്ച പാലങ്ങൾ ഉപയോഗിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ടായിരുന്നു. അതിലൂടെ ആളുകൾക്ക് കടന്നു പോകാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായിരുന്നു. രക്ഷാപ്രവർത്തനത്തിനടക്കം മുണ്ടക്കൈയിൽ എത്തുന്ന ആളുകൾക്ക് തിരികെ മടങ്ങി വരാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ ഈ സൈന്യം ഇപ്പോൾ 60 അടി നീളത്തിൽ നിർമ്മിച്ചിരിക്കുന്ന ഈ താൽക്കാലിക നടപ്പാലം ഇത്തരം കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചാണ്. അത്യാവശ്യം വെള്ളം ഉയർന്നാൽ പോലും ഈ നടപ്പാലത്തിലൂടെ ആളുകൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ കഴിയും എന്നുള്ളത് കൊണ്ട് തന്നെ ഇനിയുള്ള രക്ഷാപ്രവർത്തനം വലിയ തടസ്സങ്ങളില്ല
തടസ്സമില്ലാതെ മുന്നോട്ട് പോകാനുള്ളതാണ്. ഒപ്പം തന്നെ കൂടുതൽ വലിയ ഉപകരണങ്ങൾ കൂടി ഈ നടപ്പാലത്തിലൂടെ കൊണ്ടുപോകാൻ കഴിയും. ഏകദേശം 4 അടി വീതിയിലും 60 അടി നീളത്തിലുമാണ് ഇപ്പോൾ ഈ നടപ്പാലം ഈ ചൂരൽമലയിൽ നിന്നും മുണ്ടക്കൈക്കുള്ള തകർന്നു പോയ ഒരു പാലത്തിന് പകരമായി നിർമ്മിച്ചിരിക്കുന്നു. ഒപ്പം തന്നെ ബെയിലി പാലത്തിൻ്റെ നിർമ്മാണവും അവസാന ഘട്ടത്തിലാണ്. ഒരു മണിക്കൂറുകൾക്കകം ബെയിലി പാലത്തിൻ്റെ നിർമ്മാണവും പൂർത്തിയാകും. ഏകദേശം 100 അടിയോളം നീളത്തിലാണ് ബെയിലി പാലത്തിൻ്റെ നിർമ്മാണം ഇപ്പോൾ പുരോഗമിക്കുന്നത്. എന്തായാലും ഈ രക്ഷാപ്രവർത്തനം ഇന്നലെ നമ്മൾ കണ്ടതിനും കൂടുതൽ അല്ലെങ്കിൽ അതിലും ശക്തമായി തന്നെ മുന്നോട്ട് പോകുമെന്നുള്ളതാണ് ഇന്ന് നമുക്ക് മനസ്സിലാകുന്നത്. കാരണം ഇന്നിപ്പോൾ കൂടുതൽ ഹിറ്റാച്ചുകൾ ഈ പ്രദേശത്തേക്ക് എത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ ചൂരൽമല ഭാഗത്ത് പല ഭാഗത്തുമുള്ള മണ്ണുകളും ഒപ്പം തന്നെ മറ്റ് മലയുടെ അവശിഷ്ടങ്ങളുമെല്ലാം ഈ വലിയ ഹിറ്റാച്ചി എല്ലാം ഉപയോഗിച്ച് തുരന്ന് നോക്കിക്കൊണ്ട് രക്ഷാപ്രവർത്തനം നടക്കുന്നുണ്ട്. ഒപ്പം തന്നെ നമ്മൾ എടുത്തു പറയേണ്ടത് രക്ഷാപ്രവർത്തനം എന്ന് തന്നെ ഇതിനെ പറയേണ്ട ഒരു സാഹചര്യമുണ്ട്. കാരണം നമ്മൾ ഇന്നലെ കഴിഞ്ഞ് ഇന്നത്തേക്ക് എത്തുമ്പോൾ നമ്മൾ പറഞ്ഞത് ഇനി റിക്കവറികളാണ് ഉണ്ടാവുക. പക്ഷേ റിക്കവറികളല്ല, അതിനുപരി രക്ഷാപ്രവർത്തനം തന്നെ നടക്കുന്നു എന്ന് വേണം പറയാൻ. കാരണം ഇന്നലെ നമുക്ക് കണ്ടതാണ്, വലിയ ഹിറ്റാച്ചിയൊക്കെ എത്തി തിരച്ചിൽ ആരംഭിച്ചതോടുകൂടി ഒരു കുട്ടിയെ ജീവനോടുകൂടി ജീവൻ്റെ തുടിപ്പുകളോടുകൂടി അവിടെ നിന്ന് ആ ദുരന്ത ഭൂമിയിൽ നിന്ന് ലഭിക്കുന്നു. ആ കുട്ടിയുമായി ആശുപത്രിയിലേക്ക് പോകാൻ കഴിയുന്നു. അത്തരത്തിൽ ജീവനോടുകൂടി ആരെങ്കിലും മണ്ണിനടിയിൽ ഇപ്പോഴും കുടുങ്ങിക്കിടക്കുന്നുണ്ടെങ്കിൽ അവരെ ഏത് വിധേനയും പുറത്തെടുക്കുക എന്നുള്ള ലക്ഷ്യമാണ് ഇവിടെ നിലവിലുള്ള എല്ലാ രക്ഷാപ്രവർത്തകർക്കുമുള്ളത്. അത് NDRF ആയാലും സൈന്യമായാലും കേരള പോലീസിൻ്റെ വിവിധ സ്ക്വാഡുകളായാലും അങ്ങനെ എല്ലാവരും തന്നെ നിലവിൽ ഏതെങ്കിലും തരത്തിൽ മണ്ണിനടിയിൽ ഒരാൾ കുടുങ്ങിക്കിടക്കുന്നുണ്ടെങ്കിൽ ജീവനോടെ ഉണ്ടെങ്കിൽ അവരെ രക്ഷിക്കുക എന്നുള്ളതാണ്. ഒപ്പം തന്നെ ഈ ജീവനറ്റ ശരീരങ്ങൾ അവരുടെ ബന്ധുക്കൾക്ക് കൊടുത്ത് ആ ഒരു കാര്യത്തിലൊരു അവർക്ക് ഏതെങ്കിലും തരത്തിൽ റിലീഫ് കിട്ടുമെങ്കിൽ അതും നൽകുക എന്നുള്ളതാണ് എല്ലാ രക്ഷാപ്രവർത്തകരും മുന്നോട്ട് വയ്ക്കുന്ന കാര്യം. ഒപ്പം തന്നെ ഈ രക്ഷാപ്രവർത്തകരുടെ കാര്യം എടുത്തു പറയേണ്ടത് അവരുടെ ജീവൻ കൂടി പണയം വെച്ചുകൊണ്ടുള്ള രക്ഷാപ്രവർത്തനമാണ് നടക്കുന്നത്. കാരണം അത്ര അനുകൂലമായ ഒരു കാലാവസ്ഥയല്ല ഇന്ന് രാവിലെ മുതലുള്ളത്. ഇപ്പോൾ അല്പം മഴ മാറി നിൽക്കുന്നുണ്ടെങ്കിലും ഈ മഴയുടെ സാഹചര്യം ഉണ്ടായിരുന്നു രാവിലെ മുതൽ. മാനം തെളിഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യമല്ല, എപ്പോൾ വേണമെങ്കിലും വലിയ മഴയ്ക്ക് സാധ്യതയുള്ള ഒരു സാഹചര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ രക്ഷാപ്രവർത്തകരും അത്ര സുരക്ഷിതരല്ല. എന്നാൽ പോലും ഇത്രയും വേഗം ഇവിടുത്തെ ഒരു രക്ഷാപ്രവർത്തനം അത് അതിവേഗം നടത്തുക എന്നുള്ളതാണ് ഇവർ ലക്ഷ്യം വയ്ക്കുന്നത്. ഒപ്പം എടുത്തു പറയേണ്ട ചില കാര്യങ്ങൾ കൂടിയുണ്ട്. കാരണം ഈ രക്ഷാപ്രവർത്തനത്തിന് ഏകോപനം സൈന്യത്തിനാണെങ്കിൽ പോലും സംസ്ഥാന സർക്കാരിൻ്റെയും ഒപ്പം തന്നെ പോലീസിൻ്റെയും ഒപ്പം തന്നെ സന്നദ്ധ പ്രവർത്തകരുടെയും ഒപ്പം തന്നെ സർക്കാരിൻ്റെ ഭാഗമായ വിവിധ ദുരന്ത നിവാരണ ഏജൻസികളുടെയും എല്ലാം തന്നെ രക്ഷാപ്രവർത്തകർ ഇവിടെ രക്ഷാപ്രവർത്തനം നടത്തുന്നുണ്ട്. അവർക്ക് കഴിയും വിധമുള്ള ഉപകരണങ്ങൾ സൂചിപ്പിച്ചതുപോലെ ഒരു ജീവൻ പോലും മണ്ണിനടിയിൽ അകപ്പെട്ടു പോകരുത്, ഒരു ജീവൻ പോലും ശ്രദ്ധയിൽപ്പെടാതെ പോകരുത് എന്നുള്ള ലക്ഷ്യം മുൻനിർത്തി തന്നെയാണ് എല്ലാവിധ പ്രതികൂല സാഹചര്യങ്ങളെയും മറികടന്ന് രക്ഷാദൗത്യം ഈ ഘട്ടത്തിലും പുരോഗമിക്കുന്നത്. ബെയിലി പാലം അടക്കമുള്ള സംവിധാനങ്ങൾ സജ്ജീകരിച്ച് തന്നെയാണ് തെരച്ചിലിന് വേണ്ടിയിട്ട് സംഘം തയ്യാറെടുക്കുന്നത്. ഇപ്പോൾ നേവി ഒപ്പം ഡോഗ് സ്ക്വാഡൊക്കെ സ്ഥലത്തെത്തിയിട്ടുണ്ട്. തെരച്ചിലിനായുള്ള രക്ഷാദൗത്യത്തിൻ്റെ ആദ്യഘട്ട നടപടികളാണിപ്പോൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നത്. കനത്ത മഞ്ഞുവീഴ്ചയുണ്ട് പ്രദേശത്ത്, ഇപ്പോഴും ഉരുൾപൊട്ടൽ സാധ്യത നിലനിൽക്കുന്നുണ്ട്. അത്തരത്തിലുള്ള പ്രതികൂല സാഹചര്യങ്ങളെല്ലാം മുൻനിർത്തി തന്നെയാണ് രക്ഷാദൗത്യം ഈ ഘട്ടത്തിലും പുരോഗമിക്കുന്നത്. നീരൊഴുക്കുണ്ട്, നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാം. റാഫി തുടരുന്നുണ്ട്. റാഫി, 264 പേരുടെ മരണമാണ് ഔദ്യോഗികമായി റിപ്പോർട്ട് ചെയ്തത് എന്നതടക്കമുള്ള കണക്കുകൾ പുറത്തു വന്നിരുന്നു. അത് ഔദ്യോഗികമല്ല എന്നുള്ളത് റവന്യൂ മന്ത്രി. Yesterday's light rain, what it has done to the mud, and we will do our job. Misty is another problem, I think. That's not a problem for us. Okay, thank you. എന്തായാലും റെസ്ക്യൂ ഓപ്പറേഷൻ ഇപ്പോൾ മുന്നോട്ട് പോവുകയാണ്, അത് ആരംഭിച്ചിരിക്കുകയാണ്. മിഷൻ്റെ ഭാഗമായി നേതൃത്വം നൽകുന്ന ഉദ്യോഗസ്ഥരടക്കമുള്ളവർ നമ്മളോട് സംസാരിച്ചുകൊണ്ടേ ഇരിക്കുന്നു. തുടരുന്നുണ്ടെന്നാണ് കരുതുന്നത്. റാഫി, ഈ എത്ര പേരെ കാണാതായി എന്നതടക്കമുള്ള കാര്യങ്ങളിലൊന്നും ഔദ്യോഗികമായ ഒരു കണക്ക് ലഭ്യമല്ല ഈ ഘട്ടത്തിൽ. അതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളൊക്കെ എങ്ങനെയാണ് റാഫി?
ദൃശ്യങ്ങളിൽ കാണുന്നത് രക്ഷാദൗത്യവുമായി ബന്ധപ്പെട്ട് നേവിയും അതോടൊപ്പം ഡോഗ് സ്ക്വാഡും അടക്കം സ്ഥലത്തെത്തിയിരിക്കുന്നതാണ്. ഉടൻ തന്നെ രക്ഷാദൗത്യം പുനരാരംഭിക്കും. മൂന്നാം ദിനമാണ്, ദുരന്തമുണ്ടായി മൂന്നാം ദിനമാണ് ഇന്ന്. ഒരു നാടാകെ ഒലിച്ചുപോയൊരു പ്രദേശമാകെ ഒലിച്ചുപോയ കാഴ്ചയായിരുന്നു വയനാട്ടിൽ നിന്ന് 3 ദിവസം മുൻപ് ഉണ്ടായ ഏറ്റവും വലിയ ദുരന്ത വാർത്ത. കേരള ചരിത്രത്തിലെ തന്നെ സമാനതകളില്ലാത്ത ദുരന്തം എന്ന് പറയാതെ തരമില്ല. അതിൻ്റെ വ്യാപ്തി ഇപ്പോഴും പുറം ലോകം അറിഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത്. ദൃശ്യങ്ങളിൽ നിന്നത് ഏറെക്കുറെ വ്യക്തവുമാണ്. മനുഷ്യവാസമുണ്ടായിരുന്നു, ജനവാസമുണ്ടായിരുന്ന സ്ഥലമായിരുന്നു എന്നുള്ളതിൻ്റെ ഒരടയാളങ്ങളും അവശേഷിപ്പിക്കാതെയാണ് ഒരു നാടാകെ ഒലിച്ചു പോയിരിക്കുന്നത്. ആസിഫ്, കേൾക്കാമെങ്കിൽ തുടരാം. ദുരന്തഭൂമിയിലെ രക്ഷാപ്രവർത്തനം അത് തുടരുകയാണ്. ഇപ്പോഴും നമ്മൾ ആ നേവി സംഘത്തിനൊപ്പം മുകളിലേക്ക് നടന്നു കയറുന്ന ഘട്ടത്തിലാണ് ഉള്ളത്. വലിയ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട തടസ്സം കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിരുന്നത് നമുക്കറിയാം. മിഷണറികളുടെ ഇങ്ങോട്ട് എത്തിക്കാൻ കഴിയാത്ത ഒരു പ്രശ്നമുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് നമ്മൾ അത് പൂർണ്ണമായും അതിജീവിക്കുമെന്നാൽ ബെയിലി പാലത്തിൽ പുരോഗമിക്കുമ്പോൾ പോലും നമ്മൾ നിരവധി മണ്ണുമാന്തി യന്ത്രങ്ങൾ മറുകരയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ആ മണ്ണുമാന്തി യന്ത്രങ്ങൾ കൂടി അല്പസമയത്തിനകം തന്നെ പൂർണ്ണമായ തോതിൽ പ്രവർത്തിച്ച് തുടങ്ങുകയും ചെയ്യും. ഇന്നലെ വൈകി വരെ ഇരുട്ട് വീഴുന്നത് വരെ നമ്മൾ മണ്ണുമാന്തി യന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള തിരച്ചിൽ തുടരുന്നിരുന്നു. എന്തായാലും ആർമിയുടെ സംഘം അങ്ങോട്ട് നടന്ന് കയറുകയാണ്. എന്തായാലും കണ്ണൂരിൽ നിന്ന് ഉള്ള ആളുകളാണ് ഈ ഒരു സംഘത്തിൽ ഉള്ളത്. ഇവർ എന്തായാലും ആ ഒരു രക്ഷാദൗത്യത്തിന്റെ ഭാഗമായി ഇപ്പോൾ മുന്നോട്ട് പോകുന്നു. നമുക്കറിയാം, ഈ പ്രധാനപ്പെട്ട പ്രശ്നമായി ഇന്ന് രാവിലെ നിലനിന്നിരുന്നത് ഒന്ന് മൂടൽമഞ്ഞാണ്. പക്ഷേ ആർമി ഉദ്യോഗസ്ഥർ പറയുന്നത് മൂടൽമഞ്ഞ് തങ്ങളെ ബാധിക്കില്ല, തങ്ങളുടെ തിരച്ചിലിനെ ബാധിക്കില്ല, ഡോഗ് സ്ക്വാഡിനെ അടക്കം അത് ഒരു തരത്തിലും ബാധിക്കില്ല. അതുകൊണ്ട് മൂടൽമഞ്ഞ് ഞങ്ങൾ പ്രശ്നമാക്കുന്നില്ല എന്നുള്ള കാര്യമാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. അതോടൊപ്പം മറ്റ് പ്രധാനപ്പെട്ട ഒരു കാര്യം, മഴ ഉണ്ടായിരുന്നു. മഴ ഇപ്പോൾ പൂർണ്ണമായും മാറി നിൽക്കുന്നുണ്ട് എന്നുള്ള ഏറ്റവും ആശ്വാസകരമായ ഒരു കാര്യമുണ്ട്. നമ്മൾ രാവിലെ വന്ന സമയത്ത് മഴ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ അങ്ങനെ മഴ ഇല്ലാത്ത ഒരു സാഹചര്യം ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. എന്തായാലും ഏകദേശം 100ഓളം വരുന്ന സംഘത്തിനൊപ്പമാണ് ഇപ്പോൾ നമ്മൾ മുന്നോട്ട് പോകുന്നത്. പ്രധാനമായും ഈ വലിയ പാറക്കെട്ടുകൾക്കിടയിൽ അടക്കം കുടുങ്ങിക്കിടക്കുന്ന ആളുകളെ പുറത്തേക്കെടുക്കാനുള്ള ദൗത്യം തന്നെയാണ് നമ്മൾ ഇന്നും തുടരുക. അതിന് ചില ഭാഗങ്ങളിൽ നമുക്കിന്നലെ വീടുകൾ മറ്റും തകർന്നു കിടന്ന വീടുകളുടെയും മറ്റും ആ ഒരു ഭാഗം നീക്കി ഉള്ളിലേക്ക് കയറാനുള്ള ഒരു ശ്രമമടക്കമുണ്ടായിരുന്നു. അത് നമ്മൾ ഇന്നും തുടരും. നമ്മളിപ്പോൾ ആർമിയുടെ സംഘത്തിനൊപ്പം ഇപ്പോൾ സഞ്ചരിക്കുമ്പോൾ തന്നെ മറ്റു ഭാഗത്ത് നമ്മളുടെ ഫയർഫോഴ്സും അടക്കമുള്ള എല്ലാ സംവിധാനങ്ങളും ഇതുപോലെ തന്നെ ഈ ഒരു മലയിലേക്ക് പ്രവേശിക്കാനുള്ള നടപടികൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ നമ്മളുടെ ഫയർഫോഴ്സിൻ്റെ വേഗതയും നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിലടക്കം ഈ രക്ഷാപ്രവർത്തന മേഖലയിലേക്ക് വളരെ വേഗത്തിൽ ഏറ്റവും സ്പീഡിൽ നടന്നു കയറിയ ഒരു സംഘം തന്നെയാണ് നമ്മളുടെ ഫയർ ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട പ്രവർത്തിക്കുന്ന ആളുകൾ. അവരുടെ ആ ഒരു പ്രവർത്തനം സ്വാഭാവികമായ ഇന്നും ഊർജ്ജസ്വലമായി തന്നെ ഈ മേഖലയിൽ തുടരും. ഏറ്റവും ഇരുട്ട് ഇന്നലെ അടക്കം നമ്മൾ പഴയ ദൃശ്യങ്ങൾ കണ്ട സമയത്ത്, ഈ ഒരു മേഖലയുടെ പഴയ ദൃശ്യങ്ങൾ കണ്ട സമയത്ത് ഏറ്റവും മനോഹരമായി ചിത്രീകരിക്കപ്പെട്ടിരുന്ന പ്രദേശങ്ങളാണ് ഇത്. എന്നാൽ ഇതിൻ്റെ തൊട്ടപ്പുറമുള്ള പ്രദേശമടക്കം ഇന്ന് പൂർണ്ണമായും ഒലിച്ചു പോയ ഒരു സാഹചര്യത്തിലാണ്. സ്കൂളുകളും വീടുകളും പള്ളികളും അമ്പലങ്ങളും നിന്ന പ്രദേശം, അവിടെ അങ്ങനെയൊരു പ്രദേശം ഉണ്ടായിരുന്നുവെന്ന് പറഞ്ഞാൽ പോലും ആരും വിശ്വസിക്കാത്ത തരത്തിലുള്ള ഒരു വലിയ ഒരു ദുരന്തം. ആ ദുരന്തത്തിൻ്റെ വ്യാപ്തി നമ്മൾ ഓരോ ദിവസം ചെല്ലുമ്പോഴും അതിൻ്റെ വ്യാപ്തിയെക്കുറിച്ച് മനസ്സിലാക്കി വരുന്നതേ ഉള്ളൂ. കാരണം ആ പ്രദേശത്ത് അത്രത്തോളം വീടുകൾ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ഒറ്റ നോട്ടത്തിൽ വന്ന് കാണുന്ന നമ്മൾക്കൊന്നും അത് വിശ്വസിക്കാൻ കഴിയില്ല. കാരണം അത്ര തരത്തിൽ അത് വാഷ് ഔട്ടായി പോയിരിക്കുക. മുണ്ടക്കൈ മേഖലയിലാണെങ്കിൽ കേവലം 10 വീടുകളോളമാണ് നമുക്ക് കാണാൻ കഴിയുക. അതിൽ തന്നെ 7 വീടുകളാണ് യാതൊരു നാശനഷ്ടവും ഇല്ലാതെ കാണുക. പിന്നെ ഒരു 3 ലയങ്ങളും നാശനഷ്ടങ്ങൾ ഇല്ലാത്ത തരത്തിൽ നമുക്ക് കാണാൻ കഴിയും. ബാക്കിയുള്ള
മുഴുവൻ പ്രദേശവും അവിടെ എന്തായിരുന്നു എന്ന് പോലും മനസ്സിലാകാത്ത തരത്തിൽ തന്നെ ഒലിച്ച് പോയ സാഹചര്യമാണ് മുണ്ടക്കൈയിൽ ഉള്ളത്. ആ മുണ്ടക്കൈയിൽ തുടങ്ങി അങ്ങ് താഴേക്ക് സൂര്യമറയത്തിന് വരെയുള്ള ആ മുഴുവൻ പ്രദേശങ്ങളിലും ആ ദുരന്തം വിതച്ചു എന്നുള്ളതാണ്. ഇന്നലെ നമ്മളോടൊക്കെ സംസാരിച്ചപ്പോൾ ആ വിദ്യാഭ്യാസ ക്യാമ്പിലുണ്ടായിരുന്ന ഒരു അമ്മ പറയുന്നുണ്ടായിരുന്നു, തന്റെ മകൻ കഷ്ടപ്പെട്ടത് ആദ്യ ഉരുൾപൊട്ടിലുണ്ടായി തന്റെ കുടുംബത്തെ സേഫാക്കി മറ്റുള്ളവരെ രക്ഷപ്പെടുത്താൻ താഴേക്ക് ഇറങ്ങിപ്പോയ സമയത്തുണ്ടായ രണ്ടാമത്തെ ഉരുൾപൊട്ടലിലാണ് മകൻ നഷ്ടപ്പെട്ടത്. ശരി ആസിഫ് ഇപ്പം ദൗത്യ സംഘത്തിനൊപ്പമാണ് എന്നുള്ള കാര്യം അറിയാം. ആസിഫിലേക്ക് മടങ്ങി വരാം.